കോഴിക്കോട് ജില്ലയെ സാമ്പത്തിക സൈബർ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജില്ല 7ാം സ്ഥാനത്താണ്. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി KE ബൈജു. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധനയാണ് നടന്നത്. പരിശോധനയുടെ ഭാഗമായി 14 പേരെ അറസ്റ്റ് ചെയ്തു. കൂടാതെ നിരവധി പേർ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ്. പരാതിക്കാരില്ലാത്ത കേസുകളിലും അന്യസംസ്ഥാന കേസുകളിലും ഓർഗനൈസ്ഡ് ക്രൈമിന്റെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. കേസുകളിൽ ഈ വർഷം ഇതുവരെ 80 പേരെ കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളായി അറസ്റ്റ് ചെയ്തു. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായി ബാങ്ക് അക്കൌണ്ടുകൾ വഴിയും ATM കാർഡുകളും കൈമാറുന്നവർക്കെതിരെയും ഇടനിലക്കാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ SP KE ബൈജു പറഞ്ഞു. ആരെങ്കിലും നോമിനലായിട്ടുള്ള തുക വാഗ്ദാനം ചെയ്യുമ്പോൾ ആളുകൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ പറഞ്ഞ ATM കാർഡും ചെക്കും ഒക്കെ ഒപ്പിട്ട് അവരെ ഏൽപ്പിച്ചാൽ കേസുകളിൽ പ്രതിയാവും. നമുക്കറിയാം, പല സംസ്ഥാനത്തുനിന്നും ഇവിടെ വന്നിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ 4083 പരാതികളാണ് കോഴിക്കോട് റൂറലിൽ ഞങ്ങൾക്ക് കിട്ടിയ കേസുകളിലുള്ള പരാതികളുടെ എണ്ണം. ഉദ്ദേശം 14 കോടി രൂപയാണ് ഇന്നലെ നമ്മൾ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ സെർച്ച് നടത്തിയ അക്കൗണ്ടിലൂടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ATM കൗണ്ടറുകൾ CDMകൾ വഴി തട്ടിപ്പു സംഘങ്ങൾക്ക് പണം കൈമാറിയവർക്കെതിരെ താമരശ്ശേരി, കോടഞ്ചേരി, കാക്കൂർ പോലീസ് സ്റ്റേഷനുകൾ രജിസ്റ്റർ ചെയ്ത 4 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. വ്യാജ ട്രേഡുകളിലൂടെയും മറ്റ് നിക്ഷേപങ്ങളിലൂടെയും പേരു പറഞ്ഞാണ് കൂടുതൽ തുകകൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.